അങ്ങനെ നമ്മുടെ കാർ സ്ഥാപനത്തിന്റെ ഓപ്പണിംഗ് ഡേ ആയിരിക്കുകയാണ്. വെൽക്കം ടു ഡേ 56 ഓഫ് ബിൽഡ് എ ഡ്രീം ഹൗസ് ഇൻ 730 ഡേയ്സ്. കുറെ ദിവസത്തെ തിരക്കുകൾക്കൊടുവിൽ നമ്മുടെ ആക്റ്റീവ് ഇൻകം സോഴ്സ് ആയ കാർ ഷോറൂം ഇന്ന് ഓപ്പൺ ചെയ്യുകയാണ്. രാവിലെ തന്നെ ഷോപ്പിൽ കൊണ്ടിടാൻ ഉള്ള വണ്ടികളെല്ലാം കഴുകി റെഡിയാക്കുകയും അത്യാവശ്യ മെയിൻ്റെനൻസ് എല്ലാം ചെയ്യുകയും ചെയ്തു. ശേഷം വണ്ടികൾ ഓരോന്നായി നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ട് പാർക്ക് ചെയ്തു. എന്നിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. ഓപ്പണിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ലതുപോലെ റെഡിയാവുകയും ശേഷം ഞാനും ഷോപ്പിലേക്ക് പോവുകയും ചെയ്തു. ഇന്ന് ഇയോണിന്റെ ഡെലിവറി കൂടിയുണ്ട്. അങ്ങനെ അത് നമ്മൾ നേരെ കൊണ്ടുപോയി. എന്നാൽ ടയറിന് ചെറിയ ലീക്ക് ഉള്ളതുപോലെ നേരത്തെ സംശയം തോന്നിയത് കൊണ്ട് തൊട്ടടുത്തുള്ള ഒരു ടയർ കടയിലേക്ക് കയറ്റി. അത് വലിയ പ്രശ്നമുള്ള കാര്യമില്ല. എങ്കിലും അതെല്ലാം ചെയ്ത് ക്ലിയർ ചെയ്ത് നീറ്റായിട്ട് തന്നെ വണ്ടി കൊടുക്കണമെന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. അങ്ങനെ അതിന്റെ കാര്യങ്ങളെല്ലാം മൊത്തത്തിലൊന്ന് ക്ലിയർ ആക്കുകയും അതെല്ലാം കഴിഞ്ഞ് നേരെ ഷോപ്പിലേക്ക് വിടുകയും ചെയ്തു. അവിടെ വണ്ടികളെല്ലാം റെഡിയായി സെറ്റ് ആക്കിയിട്ടിരിക്കുകയാണ്. വീട്ടിലുള്ള 2-3 പേര് ഓപ്പണിങ്ങിന് വന്നിട്ടുണ്ട്. അതിനുവേണ്ടി കുറച്ച് സീറ്റ്സ് ഒക്കെ വാങ്ങുകയും പിന്നെ ഫോർമാലിറ്റിക്ക് വേണ്ടി ഒരു റിബണൊക്കെ വലിച്ചു കെട്ടുകയും ചെയ്തു. 10 മണി ആയപ്പോഴേക്കും അപ്പുറത്തെ കടയിലുള്ളവരും മറ്റും അവിടേക്ക് വന്ന് നിൽക്കുകയും അങ്ങനെ എന്റെ മാതാപിതാക്കളുടെയും പാർട്ട്ണറിന്റെയും ഒക്കെ സാന്നിധ്യത്തിൽ എന്റെ പെങ്ങളുടെ മോളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. ശേഷം അവിടെ വന്ന് നിന്നവർക്കെല്ലാം സീറ്റ്സ് ഒക്കെ കൊടുത്തു. എന്തായാലും ഇപ്പോഴാണ് ഞാനൊന്ന് റിലാക്സ് ആയത്. കഴിഞ്ഞ 2-3 ദിവസം നമ്മളോട് ഇയോൺ ചോദിച്ചു നടന്ന ഒരു ടീം ഉണ്ടായിരുന്നു. അവർ ഇന്ന് ഡെലിവറിക്ക് വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ അവർ എത്തുകയും പേപ്പർ വർക്കും മറ്റുമൊക്കെ സെറ്റ് ചെയ്ത ശേഷം നമ്മുടെ ആദ്യത്തെ വണ്ടി ഡെലിവറി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആദ്യ ദിവസം തന്നെ ഒരെണ്ണം വിറ്റുപോയിരിക്കുകയാണ്. അങ്ങനെ ഓപ്പണിംഗ് ദിവസമായതുകൊണ്ട് മറ്റൊന്നും ചെയ്യാതെ അവിടെയുള്ള പയ്യന്മാരോട് സംസാരിച്ചുകൊണ്ട് വൈകുന്നേരം വരെ നിന്നു. വൈകുന്നേരത്തോടുകൂടി അടുത്ത ടീം വരികയും i20 താല്പര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് ചെക്കൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്യുകയും നാളെ വരാമെന്ന് പറഞ്ഞ് അവർ പോവുകയും ചെയ്തു. ബാക്കി നാളെ